ഒരു ദിവസം ഞാനൊരു ട്രേഡിംഗ് മുഴുവൻ നിർത്താൻ തീരുമാനിച്ചു. സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, ട്രേഡിങ്ങിൽ ഞാൻ ഫിറ്റ് അല്ല എന്ന് തോന്നിയൊരു ദിവസം. ഹൈ ഗേസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിയൽ സ്റ്റോറിയാണ്. ആ ഒരു ദിവസം, അതായത് ഞാൻ ട്രേഡിംഗ് നിർത്താൻ തീരുമാനിച്ച ആ ഒരു ദിവസം, അവിടുന്ന് എനിക്ക് കിട്ടിയ ഒരു ടേണിംഗ് പോയിന്റും ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ അന്നത്തെ ദിവസം ആക്ച്വലി ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് കമ്പനിയിൽ ലീവ് എടുത്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. മുൻപ് കുറച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ലീവ് എടുത്ത ദിവസം ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തു, ലോസ്. സെക്കൻഡ് ട്രേഡ് എടുത്തു, ലോസ്. മൂന്നാമത്തെ ട്രേഡ് എടുത്തു, ലോസ്. നാലാമത്തെ ട്രേഡ് എടുത്തു, ലോസ്. ഫൈനലി ക്യാപിറ്റലിൻ്റെ ഏകദേശം ഒരു 75% അവിടുന്ന് തന്നെ എനിക്ക് നഷ്ടം വന്നു. അതാണ് ആ ഒരു ദിവസം. ആ ഒരു ദിവസത്തിൽ ഞാൻ ഫീൽ ചെയ്തു, ഓക്കെ, ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇവിടെ നിർത്തുവാണ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ട്രേഡ് ഞാൻ അവിടെ എടുത്തു. അതും എനിക്ക് നഷ്ടം വന്നു, റൈറ്റ്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതും, ഇതിൽ ഞാൻ ഫിറ്റല്ല. എസ്പെഷ്യലി ഞാൻ എന്തിനാണ് ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഓൾറെഡി എനിക്കൊരു ജോലിയുണ്ട്, അതിൽ ഫോക്കസ് ചെയ്താൽ മതിയില്ലേ എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു ദിവസം മനസ്സിൽ വന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു സ്റ്റേജിൽ ഞാനൊരു ഇൻ്റർമീഡിയറ്റ് ട്രേഡറായിരുന്നു. അപ്പോൾ ഞാൻ മാർക്കറ്റിലോട്ട് വന്ന സമയത്ത് ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അല്ലേ, നമുക്കൊരു 2-3 സ്റ്റേജുകളുണ്ട് മാർക്കറ്റിൽ. ഫസ്റ്റ് സ്റ്റേജ് ബിഗിനിങ് സ്റ്റേജ്. ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ്, ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ചുമ്മാ ഒരു റാൻഡംലി ഒരു ബൈയോ സെൽ എൻട്രിയോ അവിടെ എടുക്കുന്നു. ചിലപ്പോൾ അത് പ്രോഫിറ്റ് വരും, ചിലപ്പോൾ ലോസ് വരും. പിന്നെ വീണ്ടും സെയിം കാര്യം തന്നെ, മേ ബി ഒരു സെൽ എൻട്രി എടുക്കുന്നു, അത് ചിലപ്പം പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ ചുമ്മാ റാൻഡംലി നമ്മൾ ട്രേഡുകൾ കൺസിഡർ ചെയ്തു. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, നമ്മൾ ചുമ്മാ ട്രേഡ് എടുക്കുന്നു. ചിലപ്പം പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോസ് ആയിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് എന്താണ് റിസൾട്ട്? നമ്മൾ കയ്യിലുള്ള എമൗണ്ട് കൊണ്ട് കളയും. ഇതാണ് അറ്റ് ദ എൻഡ് റിസൾട്ട്. ഇതാണ് ബിഗിനിങ് സ്റ്റേജ്. അപ്പോൾ ഇത് ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ റാൻഡമിൽ ട്രേഡ് എടുക്കുന്നു, നഷ്ടം വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നഷ്ടം വരുത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. ഇത് പഠിച്ച് ചെയ്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ഞാനും എൻ്റെയും ആ ഒരു സ്റ്റേജ് തന്നെയാണ്. ഒരു ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാൻ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചു, പ്രൈസ് ആക്ഷൻസ് പഠിച്ചു, അതിനെപ്പറ്റി അറിഞ്ഞു. ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് പഠിക്കും, സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിക്കും, എക്സെട്ര എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുകൂടാതെ നമ്മൾ കുറച്ച് ട്രേഡുകൾ കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിസ്ക് റിവാർഡിനെ പറ്റി നമ്മൾ പഠിക്കും. മണി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, റിസ്ക് മാനേജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ട്രേഡേഴ്സിന് എങ്ങനെ റൂളുകൾ സെറ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് മാർക്കറ്റിനെ പറ്റി ഏകദേശം എല്ലാം അറിയാം. എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. മാർക്കറ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എടുക്കാനും നമുക്കറിയാം. അത് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രോഫിറ്റ് എടുക്കാനും നമുക്ക് പറ്റും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ. അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. സ്ഥിരതയോടെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു സ്റ്റേജിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 20 ട്രേഡോ അല്ലെങ്കിൽ 40 ട്രേഡോ എടുക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഒരു 30 ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ഒരു 30 ദിവസത്തിൽ പ്രോഫിറ്റ്, പിന്നെ ഒരു 6 ദിവസങ്ങളിൽ ചെറിയ പ്രോഫിറ്റൊക്കെ, ചെറിയ ലോസൊക്കെ ആയിരിക്കും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള ഒരു 4 ലോസ്, അതായിരിക്കും എൻ്റയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ 30 ദിവസം കിട്ടിയ പ്രോഫിറ്റ്. അത് കൂടാതെ നമ്മുടെ കയ്യിൽ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അതൊക്കെ കളയുന്ന ഒരു ദിവസങ്ങൾ. അതായിരുന്നു ഒരു 4 ദിവസം. ഇതാണ് എനിക്ക് നോർമലി സംഭവിച്ച ഒരു കാര്യം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പം അന്നത്തെ ആ ഒരു ദിവസം, ഞാൻ പറഞ്ഞ ആ ഒരു ദിവസം അല്ലേ, ഞാൻ ട്രേഡിംഗ് നിർത്താൻ തീരുമാനിച്ച ഒരു ദിവസത്തിലും സെയിം സെനാരിയോ ആണ് ഉണ്ട്. അതിന് മുൻപത്തെ ദിവസങ്ങൾ നോക്കുവാണെങ്കിൽ, ഞാൻ കമ്പനിയിൽ ജോലിയുടെ കൂടെ തന്നെ ഇരുന്ന് ട്രേഡ് ചെയ്തിട്ട് പോലും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ഒരു മാസത്തിന് സാലറിക്ക് അടുത്തുള്ള പ്രോഫിറ്റൊക്കെ ചില ദിവസങ്ങളിൽ കിട്ടും. ചില ദിവസം ചില വീക്കിലൊക്കെ നമുക്ക് കിട്ടും. അപ്പം വളരെ ആത്മവിശ്വാസമായിരിക്കും, ഇന്ന് ജോലി നിർത്തിയിട്ട് നമുക്ക് ട്രേഡിങ് ചെയ്യാം. അതുപോലെ ഒരു ദിവസമായിരുന്നു ഞാൻ ലീവ് എടുത്തിട്ട് ഒരു ദിവസം ട്രേഡ് ചെയ്തു. പക്ഷേ ആ ഒരൊറ്റ ദിവസത്തിൽ മുൻപ് ഉണ്ടായിരുന്ന പ്രോഫിറ്റുകൾ ഒക്കെ പോയി. അതുകൂടാതെ ക്യാപിറ്റൽ മീൻസ് എനിക്ക് കിട്ടിയ മന്ത്ലി സാലറിയുടെ ഒരു പെർസെൻറ്റേജും പോയി. അപ്പോൾ അവിടെ എനിക്ക് ആകെ ഒരു ഡൗൺ ഫീലായി. ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് ജോലിയുണ്ട്, ജോലിയിൽ ഫോക്കസ് ചെയ്താൽ എന്നുള്ള
ചിന്തകളൊക്കെ വന്നു. ഓക്കെ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നി. ബട്ട് സ്റ്റിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഴയ P&Lൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വലിയ നഷ്ടങ്ങൾ വരുന്ന ദിവസങ്ങളിലാണ് വരുന്ന നഷ്ടങ്ങളിലാണ് എല്ലാ കിട്ടിയ എല്ലാ പ്രോഫിറ്റും ക്യാപിറ്റലും വൈപ്പ് ഔട്ട് ആവുന്നത്. ഓക്കെ. അങ്ങനെ ഞാൻ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പറയുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ഞാൻ എൻ്റെ 100% ഒരിക്കലും കൊടുത്തിട്ടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് അതായത് ഞാൻ ഫുള്ളി കമ്മിറ്റഡ് ആയിരുന്നില്ല. മേ ബി ഒരു 80%, 60%ഒക്കെ ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ളൂ. അത് ഓരോ തവണയും ഞാൻ നഷ്ടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ നേരെ പോകുന്നത് എൻ്റെ ചാർട്ടിലോട്ടായിരിക്കും. അതാണ് ഒരു പ്രശ്നം ഞാനായിട്ട് ഫീൽ ചെയ്തത്. അതായത് ചാർട്ട് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഓരോ ലോസ് വരുമ്പോഴും ഞാൻ നേരെ ചാർട്ടിലോട്ട് പോകും. അവിടെ എന്താണ് റോങ്, എവിടെ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. റൈറ്റ്. അത് ഞാൻ എല്ലാ തവണയും അതുപോലെ തന്നെയാണ്. ഓരോ ലോസുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ മോശം സമയം വരുന്ന സമയത്ത് ഞാൻ ചാർട്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യും. ഒരു 1, 2, 3 മണിക്കൂർ മേ ബി കണ്ടിന്യൂസ്ലി ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും കോൺഫിഡൻസ് ആയി വീണ്ടും ട്രേഡുകൾ കൺസിഡർ ചെയ്യും. പക്ഷേ വീണ്ടും ഇതേ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതൊക്കെ ചാർട്ട് മാത്രമല്ല എന്നെ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യണം. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ പിന്നീട് മൈൻഡിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ എപ്പോഴും ചാർട്ടിൽ സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് പകരം ഞാൻ എന്നെ ഒന്ന് ഫിക്സ് ചെയ്യാനും എൻ്റെ ട്രേഡിംഗ് സിസ്റ്റം ഒന്ന് നോക്കാനും വേണ്ടി ഞാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വരുന്ന ലോസ് വലിയ നഷ്ടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ 1, 2 ദിവസം ഞാൻ ഓർത്തെടുക്കാൻ അല്ലെ എസ്പെഷ്യലി വലിയ നഷ്ടം വന്ന ദിവസങ്ങൾ ഞാനൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വലിയ നഷ്ടങ്ങൾ വന്ന ദിവസങ്ങളിൽ 80% ദിവസങ്ങളും ആദ്യത്തെ ഫസ്റ്റ് ട്രേഡ് നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ട്രേഡ് ലോസ് ആയിരിക്കും. മേ ബി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2000 രൂപ ലോസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വീണ്ടും ഒരു ട്രേഡ് കൂടി സിമ്പിൾ ഓക്കെ 2000 രൂപ അല്ലേ അതൊരു 1000 രൂപ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ എന്ന രീതിയിൽ ചെറിയൊരു ട്രേഡ് കൂടി കൺസിഡർ ചെയ്യും. മേ ബി ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, വളരെ സൂക്ഷിച്ചായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അത് നോർമലി ഒരു -2000 ഒരു 500 രൂപ നഷ്ടപ്പെട്ട് വീണ്ടും ഒരു -2500 ആയി. അപ്പോൾ ചെറിയ രീതിയിൽ ഇമോഷണലി ട്രിഗർ ചെയ്തു. റൈറ്റ്. അപ്പോൾ വീണ്ടും ഒരു ട്രേഡ് കൂടി കൺസിഡർ ചെയ്തു. അത് ചിലപ്പോൾ -4000 രൂപയിലോട്ട് പോകും. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ട്രേഡിൽ ഓക്കെ ആയിരുന്നു, കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 2 ട്രേഡിൽ എൻ്റെ മൈൻഡ് സെറ്റ് ഔട്ട് ഓഫ് കൺട്രോളായി. പിന്നീട് ഞാനല്ല ട്രേഡ് ചെയ്യുന്നത്. ഞാനല്ല ആക്ച്വലി ട്രേഡ്. എനിക്കത് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു സമയത്ത് ഇമോഷൻസ്. വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത്. ചുമ്മാ ബൈ എൻട്രി എടുക്കുന്നു, സെൽ എൻട്രി എടുക്കുന്നു, ക്വാണ്ടിറ്റി കൂട്ടുന്നു. അത് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മേ ബി ഒരു ദിവസം 10, 20, 40 ട്രേഡുകൾ എടുത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ബിഗ് നഷ്ടങ്ങൾ, വലിയ ലോസുകൾ വന്ന ഒരു സെനാരിയോ ഒന്നാമത്തേത്. അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രേഡ് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മേ ബി ഫോർ എക്സാമ്പിൾ ഒരു 10,000 റുപ്പീസ് പ്രോഫിറ്റ് വരും. അപ്പം നമുക്ക് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആവും. അപ്പോൾ എന്താണ് 10,000 രൂപ പ്രോഫിറ്റ് ആണ്. ഒരു 2000 രൂപയ്ക്ക് ചെറിയൊരു റിസ്ക് എടുക്കാം. മാർക്കറ്റ് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു ട്രേഡിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിലോ ജസ്റ്റ് ഒരു ക്വിക്ക് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി തോന്നും. അപ്പോൾ ഞാൻ നോർമലി ട്രേഡ് കൺസിഡർ ചെയ്യും. അത് അൺഫോർച്ചുനേറ്റ്ലി അത് ചിലപ്പം ഒരു 2000 രൂപ നഷ്ടത്തിലോട്ട് വരും. നോക്കുവാണെങ്കിൽ പിന്നീട് നമ്മുടെ പ്രോഫിറ്റ് 8,000 രൂപയായിട്ട് കുറയും. അവിടെ ഒരു ട്രിഗർ വരും. അതായത് പ്രോഫിറ്റ് കുറഞ്ഞല്ലോ, എനിക്കത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മടി. അയ്യോ ഇത് 10,000 ഉണ്ടായിരുന്നു, ഞാൻ വെറുതെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഒരു ട്രേഡ് കൂടി എടുത്തിട്ട് 10,000 ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അത് വീണ്ടും ഒരു 6Kയിലോട്ട് പോകും. അപ്പം ആ 2 ട്രേഡിനുള്ളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. അപ്പം ഞാൻ പിന്നെ എടുക്കുന്ന ട്രേഡുകൾ റാൻഡമലി യാദൃശ്ചികമായിട്ട് ഞാനല്ല എടുക്കുന്നത്, എൻ്റെ ഇമോഷൻസ് ആണ് എടുക്കുന്നത്. എനിക്ക് ഓർമ്മ പോലുമില്ല ആ ഒരു സമയത്ത് എൻ്റെ ഇമോഷൻസ് ഔട്ട് ഓഫ് കൺട്രോളാണ്. അങ്ങനെ വലിയ നഷ്ടങ്ങൾ വരുത്തും. ഇതാണ് ഞാൻ നോർമലി ചെയ്തിരിക്കുന്ന വലിയ നഷ്ടങ്ങൾ വന്നിരിക്കുന്ന ദിവസങ്ങളിലുള്ള പ്രത്യേകത. ഒന്ന്. പിന്നെ ഞാൻ പ്രോഫിറ്റ് വന്ന ദിവസങ്ങളിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കി. പ്രോഫിറ്റ് വന്ന ദിവസങ്ങളിൽ ഞാൻ വളരെ കാമാണ്. അതായത് ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് വന്നെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ട്രേഡ് ഒരു മീഡിയം പ്രോഫിറ്റ്, ഒരു 6K പ്രോഫിറ്റ് എക്സാമ്പിളാണ് പറയുന്നത്.
അപ്പോൾ മോസ്റ്റ് കേസസിൽ പ്രോഫിറ്റ് വന്ന ദിവസങ്ങളിൽ ഒരു 90% ദിവസങ്ങളിലും ഞാൻ ഒരു ദിവസം ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ചെയ്യും. റൈറ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എനിക്ക് കിട്ടി. അതായത് ഞാൻ 90% ദിവസങ്ങളിലും ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം നമുക്ക് നിങ്ങൾക്കും അറിയാവുന്നതാണ്. നമ്മൾ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അന്നത്തെ ദിവസം സിസ്റ്റം ക്ലോസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ലോസ് വരുന്ന സമയത്ത് കുറച്ച് പാടാണ് അല്ലേ? ലോസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതേ സെയിം കാര്യം തന്നെയാണ്. എനിക്ക് പ്രോഫിറ്റ് വന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും. പിന്നെയുള്ള 10% ദിവസങ്ങളിൽ ഞാൻ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. അതൊരു 10% അല്ല, ഞാനിവിടെ ഒരു 80% എടുക്കാം. ഓക്കെ, ആക്യുറേറ്റ്ലി. പിന്നെ ഒരു 20% ദിവസങ്ങളിലും 2, 3 ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ ഡാമേജ് തന്നിട്ടില്ല. സെയിം പൊസിഷൻ എടുത്തിരിക്കുന്നത്, സെയിം സിസ്റ്റം. ഓൾസോ എന്താണ്, റാൻഡമിലി സ്കാൽപ്പിംഗ് ഒന്നുമില്ല. ഒരു മൾട്ടിപ്പിൾ 1, 2, 3 ട്രേഡുകൾ എടുത്തിട്ട്. അപ്പോൾ അവിടെയും എന്താണ്, എനിക്ക് വലിയ ഡാമേജും ഇല്ല. അതും പ്രോഫിറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ലോസും പ്രോഫിറ്റും ഒന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ ഓക്കെയാണ്. അപ്പം എൻ്റെ ഒരു സിസ്റ്റം ഒളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഇവിടെയാണ്. അതെനിക്ക് മനസ്സിലായി. കാരണം ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഏർലി സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതാണ് എൻ്റെ സ്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 30 ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ 20 ട്രേഡിൽ പോലും എനിക്ക് ഇതുപോലുള്ള പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ കുറച്ച് ലോസുകളും വരുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ വളരെ ഫ്യൂ ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് ഈ പറയുന്ന ട്രിഗേഴ്സ് വന്നിട്ട് ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ബിഗ് നഷ്ടങ്ങളിലോട്ട് വരുന്ന ദിവസങ്ങളിലേക്ക് മാറ്റാൻ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അന്ന് നമുക്ക് ഗോഡ് ഫാദർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കാനൊന്നും ആരുമില്ല. ആരും പരിചയമില്ല. റൈറ്റ്. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ടൊക്കെ മനസ്സിലാക്കി ഈ ഒരു കാര്യം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അങ്ങനെ ആ സമയത്താണ് എനിക്ക് മനസ്സിലാക്കിയത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ്. ഒരു സിസ്റ്റം മീൻസ് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. റൈറ്റ്. അങ്ങനെയാണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഞാൻ കൊറോണയ്ക്ക് മുമ്പ്, ഐ മീൻ പ്രോഫിറ്റബിൾ സ്റ്റേജിലോട്ട് വന്ന സമയത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത റൂൾ ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ട്രേഡ് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യാം എന്നുള്ളൊരു റൂള് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. ഒരു ദിവസം ഒരു ട്രേഡ് റൂള് മാത്രം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ട്രിഗർ വരാനുള്ള സാധ്യത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിഗർ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെറിയ ലോസിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പം അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു ദിവസം ഒരു ട്രേഡ് റൂൾസ് വളരെ ഷാർപ്പായി ഇത് ഞാൻ ഫോളോ ചെയ്യും എന്ന് വിചാരിച്ചു. ഞാനത് കുറേ നാൾ, ഒരു 6, 7 മാസം ഞാൻ ജോലിയുടെ കൂടെ തന്നെ, ജോലിയൊന്നും കളഞ്ഞിട്ടില്ല, ജോലിയുടെ കൂടെ തന്നെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി, ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. ഞാൻ അന്ന് ട്രേഡ് ചെയ്യുന്നത് BPCL, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് BPCL, പിന്നെ ICICI ബാങ്ക്, ഇതുപോലുള്ള 2 സ്റ്റോക്കിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സിമ്പിൾ സെറ്റപ്പ്, അത് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം, അതും വളരെ ചെറിയ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ അത് ഞാൻ അതിൽ ഞാൻ കുറച്ച് എക്സിക്യൂഷൻ എററൊക്കെ ചെയ്തിട്ടുണ്ട് നോർമലി. പക്ഷെ അതൊന്നും വലിയ ഡാമേജ് ചെന്നിട്ടില്ല. അതങ്ങനെ ചെയ്ത് ഞാനിങ്ങനെ റിപ്പീറ്റ്ലി ജോലിയുടെ കൂടി അങ്ങനെ ചെയ്ത് വന്ന് ഒരു 6, 7 മാസം ചെയ്ത സമയത്ത് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഇത് വർക്ക് ചെയ്യും. അതായത് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ട്രിഗറൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ഇത് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ എൻ്റെ റൂൾസുകൾ കുറച്ചുകൂടി ബെറ്റർ റൂൾസുകളായിട്ട് മാറ്റി. റൈറ്റ്. ആൻഡ് അപ്പം ഞാൻ ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഞാൻ അനാവശ്യമായിട്ടുള്ള ട്രിഗേഴ്സൊക്കെ ഒഴിവാക്കാൻ എനിക്ക് വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പം എൻട്രി റൂൾസ് ഉണ്ടാവും, റൈറ്റ്, എക്സിറ്റ് റൂൾസ് ഉണ്ടാവും, പൊസിഷൻ സൈസിങ്ങിൻ്റെ റൂൾസ് ഉണ്ടാവും. പക്ഷേ ആഫ്റ്റർ ട്രേഡ്, പോസ്റ്റ് ട്രേഡിന് ഒരു റൂൾ ഉണ്ടാവില്ല. അപ്പം ഞാൻ ആ ഒരു റൂളാണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. ഒരു ദിവസം ഒരു ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിലും ശരി, ലോസ് ആണെങ്കിലും ശരി, വേറെ ഒന്നും ട്രൈ ചെയ്യരുത് എന്നുള്ളത്. ആ ഒരു റൂളാണ് ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്തതും. ഇത് എൻ്റെ പേഴ്സണൽ സ്റ്റോറിയാണ്. ഇപ്പം നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ, റൈറ്റ്. അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അത് നമുക്ക് എന്താണ്, സ്ഥിരതയോടെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന ബിഗ് ലോസസ് വരുന്ന ദിവസങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനും വേണ്ടി പറ്റിയിട്ട്, ആ ഒരു ഫേസിലൊക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോയ ദിവസങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, റൈറ്റ്. ബട്ട് സ്റ്റിൽ അത് നമ്മൾ റിപ്പീറ്റ്ലി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്കൊരു ശീലമുണ്ടെങ്കിൽ, ട്രേഡിങ്ങിലൊരു ശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ശീലമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ രാവിലെ എണീച്ചിട്ട് ബ്രഷ് ചെയ്യുന്നത് എന്താണ്, അതൊരു ശീലമാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അറിയാതെ തന്നെ നമ്മളത് ചെയ്യും.
അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് ക്രിയേറ്റ് ചെയ്ത് അത് റിപ്പീറ്റ്ലി ഫോളോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ ഇൻവോൾവ് ആവും. നമ്മളത് എല്ലാ ദിവസവും പിന്നെ അത് ചെയ്യേണ്ട ആവശ്യം തന്നെ നമ്മളത് അറിയാതെ തന്നെ അത് നമ്മൾ ചെയ്തോളും. അതുപോലെ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രേഡ് എടുക്കാൻ വേണ്ടി തോന്നില്ല. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു റൂൾ നിങ്ങൾ 1 ട്രേഡ് പെർ ഡേ എന്ന റൂള് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 മന്ത് ഫോളോ ചെയ്യുവാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രണ്ടാമതൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി തോന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. അപ്പം അതാണ് ഞാൻ ചെയ്ത അല്ലെങ്കിൽ ചെയ്തൊരു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ദിവസം 1, 2 ദിവസം അതായത് വലിയ നഷ്ടം വന്ന ആ ഒരു ദിവസത്തിൽ ഞാൻ ഇരുന്ന് ആലോചിച്ചു. അതിനുശേഷം ഞാൻ സെറ്റ് ഓഫ് റൂൾസ് ക്രിയേറ്റ് ചെയ്തു. സ്ട്രിക്ട്ലി റൂൾസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാനൊരു സ്ഥിരതയോടെ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ട്രേഡർ ആയത്. ഓക്കെ. അതിനുശേഷം പിന്നെയും ഞാൻ എൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതായത് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും റൂൾസ് ഒന്ന് ഒരു 2021 to 23 ഒക്കെ ഞാൻ പെർ ഡേ 3 ട്രേഡ് എന്ന രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പെർ ഡേ 3 ട്രേഡ്. അതിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതായത് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അതിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 2024 മുതൽ വീണ്ടും 1 ട്രേഡ് പെർ ഡേ എന്ന രീതിയിൽ മാത്രമായി ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് മാത്രമാണ് ചെയ്യുന്നത്. അത് വളരെ നമ്മളെ സംബന്ധിച്ച് വളരെ സ്ട്രെസ് ഫ്രീ ആണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ട്രേഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്. ആ ഒരു ട്രേഡ് റൂൾ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അന്ന് മുതൽ തന്നെയാണ് അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലും നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുള്ളത് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഇപ്പം എനിക്കൊരു പ്രൈമറി അക്കൗണ്ട് ഉണ്ട്. റൈറ്റ്. നോർമലി ഒരു പ്രൈമറി അക്കൗണ്ട്, ഒരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ നോർമലി പ്രൈമറി അക്കൗണ്ടിലാണ് ഞാൻ എൻ്റെ മെയിൻ ട്രേഡുകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. സെക്കൻഡറി അക്കൗണ്ടിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ ട്രേഡ്സോ അല്ലെങ്കിൽ പുതിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന സെക്കൻഡറി അക്കൗണ്ട്. ഇതിൽ വളരെ ചെറിയ ക്യാപിറ്റൽ ഇട്ടിട്ട് അതിലായിരിക്കും ഞാൻ എക്സ്പെരിമെൻ്റ് ട്രേഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ട്രിഗേഴ്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പം വലിയ ഡിസാസ്റ്ററിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ആ ഒരു റിയൽ സ്റ്റോറി. അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രിക്ട്ലി നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് റൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെറ്റ് ഓഫ് റൂൾസ്. എന്നിട്ട് ആ ഒരു റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ ഒരു 100% കമ്മിറ്റ് അവിടെ കൊടുക്കാം. 100% കമ്മിറ്റോട് കൂടി ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ടൊരു ബിസിനസ്സാണ്. ഒരു പേഴ്സണൽ ബിസിനസ്സാണ്. നമ്മളുടെ മുകളിൽ ആരും ബോസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോസ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതിയായിരുന്നു. റൈറ്റ്. പക്ഷേ ഇവിടെ നമ്മളാണ് ബോസ്. നമ്മൾ പറയുന്നതാണ് അതിൻ്റെ ഡിസിഷൻ, അതിൻ്റെ മേക്കിംഗ് ഡിസിഷനൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത റൂള് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2-3 മന്ത്. അത് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ സജഷൻ. ട്രേഡിങ്ങിൽ ക്വിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റോ ചെയ്യാം. ട്രേഡിങ്ങിലോട്ട് അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. സിമ്പിൾ, ഹണസ്റ്റ്, സത്യസന്ധമായിട്ടുള്ള എൻ്റെ ഒരു അഡ്വൈസാണ്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം. സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത റൂൾസ് ഫോളോ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു 100% കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് സക്സസ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് തന്നെ കരിയർ തന്നെ മാറും. ഓക്കെ. അപ്പോൾ ഈ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമല്ല. നിങ്ങൾക്ക് പല റൂൾസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വൺ ഓഫ് മൈ സ്റ്റുഡൻറ്റ്, ഓക്കെ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത റൂൾ, സിമ്പിൾ റൂൾ പറയുകയാണ്. പുള്ളി രാവിലെ 10 മണിക്ക് ശേഷമേ പുള്ളി മാർക്കറ്റിലോട്ട് വരുള്ളൂ. രാവിലെ 9:15 മുതൽ 10 മണി വരെ പുള്ളി മാർക്കറ്റ് നോക്കത്തേയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9:15 മുതൽ 10 മണി വരെയാണ്. ഇവിടെയാണ് ആ ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത്. പുള്ളി അത് മനസ്സിലാക്കാൻ ഒരുപാട് നാളെടുത്തു. പുള്ളി എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ നല്ല സ്കില്ലുള്ള ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന ടൈമിൽ എടുക്കുന്ന സമയത്ത് പുള്ളി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് വന്നിരിക്കും. രാവിലെ ഒരു ട്രേഡ് എടുക്കും 9:15-ന്. പക്ഷേ അത് ലോസ് വരുന്ന സമയത്ത് അന്നത്തെ ദിവസം ഫുൾ അതിൻ്റെ മുകളിലിരുന്ന് മോണിറ്ററിൻ്റെ മുമ്പിലിരുന്ന് സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് പുള്ളി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രേഡ് റാൻഡംലി എടുക്കും. വലിയ നഷ്ടം വരുത്തും. അപ്പോൾ പുള്ളി അത് മനസ്സിലായി. 9:15-ന് ശേഷം 9:15 ടു 10 മണി വരെ ട്രേഡ് എടുക്കില്ല. പുള്ളി ആ ഒരു സെറ്റ് ഓഫ് റൂൾ ക്രിയേറ്റ് ചെയ്തു. 10 മണി മുതൽ 1 മണി വരെ അല്ലെങ്കിൽ 2 മണി വരെ മാത്രമേ പുള്ളി വാച്ച് ചെയ്യുള്ളൂ. അതിൽ ഒരു ട്രേഡ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഈ കാര്യം നോക്കുന്ന സമയത്ത് പുള്ളി ആക്ച്വലി നല്ല രീതിയിലുള്ള സക്സസ് റേറ്റ് അവിടെ കിട്ടാൻ തുടങ്ങി.
റൈറ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ലോസിനെ, ബിഗ് ലോസസിനെയും നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ വെറുതെ ചാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം, ഐ റിപ്പീറ്റ്, ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. നിങ്ങൾ വെറുതെ ചാർട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ സിസ്റ്റം, അതായത് നിങ്ങളുടെ ജസ്റ്റ് സിസ്റ്റം മീൻസ് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഉണ്ടായ നഷ്ടങ്ങളും പ്രോഫിറ്റുകളും അന്നത്തെ ദിവസം ഒന്ന് ഓർത്തെടുക്കാനും വേണ്ടി ശ്രമിക്കുക. അവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അപ്പം നിങ്ങളുടെ സ്കിൽ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ശരിക്കും ഒരു ട്രേഡറിനെ സംബന്ധിച്ചിട്ടൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടേണിംഗ് പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ ചാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പഴയ ട്രേഡുകൾ അനലൈസ് ചെയ്യാനും പി ആൻഡ് എൽ അനലൈസ് ചെയ്യാനും അവിടെ നിങ്ങളുടെ സ്കില്ല് ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സ്കില്ല് നിങ്ങൾ കണ്ടുപിടിക്കാനും വേണ്ടി ശ്രമിക്കാം. ഡെഫിനറ്റ്ലി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.